ഹബീബ് നടന്നു പോകുമ്പോ വഴിയരികിൽ ഒരു കുട്ടിയിരുന്ന് കരയുകയാണ്. എന്തു പറ്റി മോനെ? എല്ലാവർക്കും സന്തോഷമാണല്ലേ, നിനക്കെന്തു പറ്റി? ആ കുഞ്ഞു പറയും, എന്തിനാ കരയുന്നേ? ഇന്ന് പെരുന്നാളാ, കരയേണ്ട ദിവസമല്ല, ആഹ്ലാദിക്കേണ്ട ദിവസമാ, സന്തോഷിക്കേണ്ട ദിവസമാ. എന്തിനാ കരയുന്നേ? ആ കുഞ്ഞുമോൻ പറയുവാ, മുത്തുനബിയേ ഉപ്പയില്ലെനിക്ക്, മുത്തനോട് പാൽ നാളം മറയ്ക്കാൻ വിധിയില്ലെനിക്ക്. മുത്തനബിയേ ഉപ്പയില്ലെനിക്ക്, മുത്തനോട് പാൽ നാളം മറയ്ക്കാൻ വിധിയില്ലെനിക്ക്. ചാഞ്ചാടുന്നു, രസിച്ചിടുന്നു, കുട്ടികൾ പാടുന്നു, പാരിതിലാകെ പൊൻപെരുന്നാളിൽ അലയൊലി കേൾക്കുന്നു. എല്ലാവരും രസിക്കുകയാണ്, എല്ലാവരും ആഹ്ലാദിക്കുകയാണ്. എനിക്കുമ്മയില്ല നബിയേ, അന യതീമും മിൻ യതാമൽ മുസ്ലിമീൻ. ഞാനൊരു യതീമാണ്, ഞാനൊരു അനാഥനാണ്. എനിക്ക് വിശക്കുന്നു നബിയേ, എനിക്ക് ദാഹിക്കുന്നു നബിയേ. സുബ്ഹാനല്ലാഹ്, പെരുന്നാളിന്റെ പ്രഭാതത്തിൽ മദീന മുഴുവനും ആഹ്ലാദിക്കുന്ന നേരത്ത് ഈ തെരുവിന്റെ കവലയിലിരുന്ന് ആരോരുമില്ലാത്തൊരനാഥ ബാല്യം പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീർ തുള്ളികൾ ഒലിക്കുകയാണ്. നേരത്തെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുഞ്ഞിന്റെ രണ്ട് കരങ്ങളിലും ഇങ്ങ് പിടിച്ചു. മോനെ കരയല്ല, വിഷമിക്കല്ല, വേദനിക്കല്ല. ഇന്ന് മുതൽ അബൂക മുന്തുല്യവും, ഇന്ന് മുതൽ ഞാൻ നിന്റെ പിതാവാണ്. നീ അനാഥനല്ല, നീ സനാഥനാണ്. തിരുവിന്റെ കവലയിൽ നിന്ന് യതീമിന്റെ കയ്യിൽ പിടിച്ചിട്ട് ആമിനാ ബീവിയുടെ പൊന്നുമോൻ, അവിടുത്തേക്കറിയാം യതീമിന്റെ വേദന എന്താണെന്ന്. കാരണം പ്രപഞ്ചത്തിലേക്ക് പിറന്നു വീണപ്പോൾ പിതാവ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയിരുമ്പോ വാപ്പയില്ലാതെ പ്രപഞ്ചത്തിലേക്ക് പിറന്നു വീണ അനാഥരായ പുന്നാര നബിതങ്ങൾക്ക് അനാഥത്വത്തിന്റെ വേദനയറിയാം, വിഷമമറിയാം. ആ കുഞ്ഞിന്റെ കയ്യിൽ പിടിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. ആയിഷ ഇതാ ഒരു പെരുന്നാൾ സമ്മാനമുണ്ട്. ആയിഷ ഒന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു ചെറിയ കുട്ടിയുടെ കയ്യിൽ പിടിച്ചിട്ട പ്രിയങ്കരനായ ഭർത്താവ് മുഹമ്മദ് മുസ്തഫ. ഇവനാരാണ്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇവനൊരു യതീമാണ് ആയിഷ. ആരുമില്ലാത്ത യതീമായ കുഞ്ഞുമോൻ ഇന്ന് പെരുന്നാളിന്റെ സുദിനത്തിൽ മദീനയിലെ തെരുവിൽ നിന്ന് കരയുകയാണ്. അവനങ്ങനെ കരയേണ്ട മോനല്ല, അവന് പുത്തനുടുപ്പുകൾ ധരിപ്പിക്കൂ ആയിഷ, അവന് ഭക്ഷണം കൊടുക്കൂ ആയിഷ. സഹോദരങ്ങളെ, അന്ന് മദീനയിലെ മസ്ജിദ് നബവിയിൽ അല്ലാഹുവിന്റെ റസൂൽ പ്രഭാഷണം നടത്തുമ്പോൾ പറഞ്ഞു, അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹകദാ, അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹകദാ. സ്വർഗ്ഗത്തിൽ യതീമിനെ സംരക്ഷിക്കുന്നവനും ഞാനും, യതീമിനെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗ്ഗത്തിൽ ഇങ്ങനെയാണ്. അവിടുത്തെ പെരുവിരൽ, അവിടുത്തെ ചൂണ്ടുവിരൽ ഉയർത്തി കാണിച്ചു, അവിടുത്തെ നടുവിരൽ ഉയർത്തി കാണിച്ചു. അത് രണ്ടും ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, യതീമിനെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗ്ഗത്തിൽ പ്രകാരമാണ്. നിങ്ങൾ യതീമുകൾ
യതീമുകളെ പരിഗണിക്കണേ, നിങ്ങൾ യതീമുകളെ തലോടണേ. യതീമിനെ നിങ്ങൾ ആരെങ്കിലും തലോടിയാൽ അവന്റെ മുടിനാരിഴകൾക്ക് പ്രതിഫലമായി നിങ്ങളെ പാവങ്ങളെ അല്ലാഹു മാപ്പ് തരുന്നതാണ്. നിങ്ങൾ യതീമുകളെ തലോടണേ. ആ യതീമിന്റെ തലനാഴികൾക്ക് പ്രതിഫലമായി അല്ലാഹു നിങ്ങളുടെ ദോഷങ്ങളെ, നിങ്ങളുടെ പാപങ്ങളെ അല്ലാഹു പുറത്തു തരുന്നതാണ്.